warahmatullahi wabarakatuh. Bismillah walhamdulillah. Wa sallallahu ala nabiyyina wa habibina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലെ മിക്കവാറും ആളുകൾ പരമാവധി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ജീവിതത്തിൽ പലരെയും തൃപ്തിപ്പെടുത്തുക എന്നത്. ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക, ഭാര്യയെ തൃപ്തിപ്പെടുത്തുക, മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക, മേലുദ്യോഗസ്ഥരെ തൃപ്തിപ്പെടുത്തുക, കൂടെ ജീവിക്കുന്നവരെ, അങ്ങനെ ഓരോന്നുണ്ടാകും. പരസ്പരം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നിങ്ങൾ നോക്കിയേ, കൈക്കൂലി കൊടുത്ത് കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഒരു വേള വേറെ ആളുകളുടെ ഗീബത്ത് പറഞ്ഞിട്ട് കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തുന്ന ആളുകളുണ്ട്. ഇങ്ങനൊക്കെ ജീവിതത്തിൽ പലതും ഉണ്ടാവുമെങ്കിൽ അടിസ്ഥാനപരമായി സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഈ ഒരു വിഷയം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഈമാനിക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമ്മോട് പറഞ്ഞൊരു പദം, അവന്റെ നാമങ്ങളിൽ ഒന്ന് അൽ വദൂദ് എന്നാണ്. ഇന്ന റബ്ബി റഹീമുൻ വദൂദ് എന്നാണ്. വദൂദ് എന്ന് പറഞ്ഞാൽ ഹുവൽ ഹബീബ്. അതാണ് അതിന്റെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊടുത്ത റിപ്പോർട്ടില് അതിന്റെ താരീഫ്, അതിന്റെ നിർവചനം അൽ വദൂദ് ഹുവൽ ഹബീബ് എന്നാണ്. അങ്ങേയറ്റം സ്നേഹിക്കുന്നവൻ. ഞാൻ നിങ്ങളെ പറയാൻ കാരണം, സ്നേഹം കൊടുത്താലാണ് തൃപ്തി കിട്ടുക. സ്നേഹം കൊടുത്താലാണ് തൃപ്തി കിട്ടുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചോദിക്കും തോറും നമ്മുടെ ഇഷ്ടം കൂടുകയോ കുറയോ? ഒരാളോട് നമ്മളൊരു 100 രൂപ ചോദിച്ചു, ആദ്യത്തിലൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. രണ്ടാം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ ഗ്രാഫ് അത് കുറയുകയാണ് ചെയ്യുക. എന്നാൽ ചോദിക്കാതെ തന്നവനോട് ചോദിക്കുക കൂടി ചെയ്താൽ, അള്ളാഹു പറയാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയതെല്ലാം ചോദിക്കാതെയാണ്. നമ്മൾ നേടിയതെല്ലാം ചോദിക്കാതെയാണ്. ഇനി അത് ചോദിച്ചിട്ട് കൂടി കരസ്ഥമാക്കിയാൽ എത്രയാവും? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണത്. കാരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗത്തെ പടച്ചവൻ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞത് അള്ളാഹു അങ്ങോട്ട് തൃപ്തിപ്പെട്ടു, അള്ളാഹുവിന് അവരും തൃപ്തിപ്പെട്ടു, സംപ്രീതരാണവര് എന്ന്. അവിടെ നമ്മുടെ ജീവിതത്തിൽ 2 അടിസ്ഥാന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തറിയോ? അള്ളാഹുവിന് അടിമയെ സംബന്ധിച്ചുള്ള തൃപ്തി, അടിമക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തൃപ്തി. ഇത് രണ്ടും പ്രധാനമാണ്. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിൽ കുറച്ച് സംഗതികൾ ഇങ്ങനെ കുറിച്ചു വെക്കണം. എന്ന് പറയുന്നത്, തൃപ്തിയില്ലാതെ നമുക്കൊരു പണിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഏറ്റവും പ്രധാനം തൃപ്തിയാണ്, അംഗീകരിക്കലല്ല. അംഗീകാരവും തൃപ്തിയും രണ്ടും രണ്ടാണ്. ഒരു കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു, വാദിയുണ്ട്, പ്രതിയുണ്ട്. അവിടെ കേസ് കൊടുത്തവന് രണ്ടും ഉണ്ടാവും. ആർക്കെതിരെയാണോ
വന്നത് അവൻ അംഗീകരിക്കും. അവരൊരിക്കലും എന്തുണ്ടാവില്ല, തൃപ്തി ഉണ്ടാവില്ല. അംഗീകരിക്കൽ വേറെയാണ്, തൃപ്തി വേറെയാണ്. അതുകൊണ്ടാണല്ലോ അമ്പിയാക്കന്മാരെല്ലാവരും അള്ളാഹുവോട് ചോദിച്ചെന്നറിയാം. ഈ സൂറത്ത് മറിയമിന്റെ ഒരു തുടക്കത്തില് സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്ത് കാണാം, പടച്ചോനെ ഇന്നി ഖിഫ്തുൽ മവാലിയ മിൻ വറാഇ വകാനത് ഇംറഅതി ആകിറൻ, എനിക്കൊരു കുട്ടി വേണം, പക്ഷെ എന്റെ എല്ലാ കഴിവും പോയി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മേന്മയൊക്കെ അള്ളാഹിനോട് പറഞ്ഞിട്ട് ഒരൊറ്റ കാര്യമാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത്, വജഅൽഹു റബ്ബി റളിയ, നീ അവൻ എന്ത് ചെയ്യണം, തൃപ്തിപ്പെടണം. അതുകൊണ്ടല്ല അള്ളാഹ് തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ് അള്ളാഹ് ഒരു കുട്ടിയെ കൊടുത്തപ്പോ പേര് വരെ നിശ്ചയിച്ചുകൊണ്ടാണ് അള്ളാഹ് കുട്ടിയെ കൊടുത്തത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹ് എന്താ പറഞ്ഞത്, വകാന ഇൻദ റബ്ബിഹി മർദിയ, ആ കുട്ടിയുടെ മഹത്വം എന്താണ്, അള്ളാഹുവിന്റെ അടുക്കല് സംതൃപ്തമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആരുടെ കൂടെ 75ഓളം ആളുകൾ കൂടെയുണ്ട്. ആ ഗ്രൂപ്പില് എന്ന് വെച്ചാൽ അവിടെ 12 ഗോത്രങ്ങൾ ഉണ്ടല്ലോ ഇസ്രായേലിയരുടെ. ആ 12 ഗോത്രങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഓരോന്നിൽ നിന്നും ഓരോ പ്രധാനികള് ഞങ്ങളും കൂടി ഉണ്ട്. അവരൊക്കെ അങ്ങനെ ചില വാക്കുകളൊക്കെ കടുത്ത ശൈലിയിലാണ് ഉപയോഗിക്കുന്നത്. നീ മാത്രം പോയിട്ട് അള്ളാഹനെ കണ്ടാ പോരാ, ഞങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മൂസാ നബി എന്ത് ചെയ്യുന്നറിയാം, പിന്നെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്തേക്ക് മൂസാ നബി ഇവരൊന്നും വെയിറ്റ് കാത്തു നിൽക്കാതെ ഓടിച്ചെല്ല. ആ കുറച്ചും ചോദിക്കുന്നുണ്ട്, മുസാ എന്ത് നിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരെ ഒന്നും കൂട്ടാതെ ഇത്ര ധൃതിയിൽ ഓടി വരാനെന്താ കാരണം ചോദിക്കുന്നുണ്ട്. അവരെവിടെ ചോദിച്ചപ്പോ അള്ളാഹുവോട് മൂസ അലൈഹിസ്സലാം മറുപടി കൊടുക്കണം എന്നറിയാം. പഠിച്ചവനെ അവരെല്ലാരും പിന്നാലെ വരുന്നുണ്ട്. ഞാൻ നിന്റെ അടുക്കലേക്ക് ഓടി വന്നത് അവരൊന്നും കാത്തു നിൽക്കാതെ, ഞാൻ വേഗതയിൽ വന്നത് ലിതർല, നിന്റെ തൃപ്തി എനിക്ക് കിട്ടാനാണ്. എന്ത് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ചിന്ത എന്തറിയോ, ഏതൊരു പണിക്കിറങ്ങാണെന്നുണ്ടെങ്കിലും അയാളുടെ അവരില്ലെങ്കിൽ ഞാനുമില്ല, അങ്ങനല്ല. അവരെയൊക്കെ പിന്നിലാക്കി നമ്മൾ മുന്നോട്ട് കുതിക്കുന്നത് ഒരൊറ്റ സംഗതിക്ക് വേണ്ടിയാ, പടച്ചവനെ നീ എന്ന് തൃപ്തിപ്പെടണം. സുലൈമാൻ നബി അലൈഹിസ്സലാം അറിയപ്പെട്ടിടത്തോളം അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരിലെ വളരെ പ്രധാനിയായ സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് കിട്ടിയതുപോലെ ഒരു നന്മ, ഒരു ദുനിയാവിലെ സൗഭാഗ്യം വേറെ ആർക്കും കിട്ടിയില്ലല്ലോ. കാരണം സുലൈമാൻ നബിക്ക് അള്ളാഹ് കൊടുത്തെന്താണ്, ഒരു നാട്ടിൽ നിന്ന് വേറെ ഭാഗത്തേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ കാറ്റിലിങ്ങനെ നിന്നാ കാറ്റിങ്ങനെ കൊണ്ടുപോകും. ഇങ്ങനെ ഉറുമ്പുകള്, മൃഗങ്ങള്, ജന്തുക്കള് അവരൊക്കെ സംസാരിക്കുന്ന സംസാരം മൂപ്പർക്ക് മനസ്സിലാക്കാൻ കഴിയുക. ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുക്കുക. നമ്മൾ ജിന്നുകളെ കണ്ടിട്ടൊന്നല്ല, അതിനൊക്കെ കീഴ്പ്പെടുത്തി കൊടുക്കുക. എന്തൊരു സൗഭാഗ്യം അറിയാം. അതെല്ലാം കിട്ടിയപ്പോ ആ കഥയിൽ അദ്ദേഹം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നറിയാം, എങ്ങനെ, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സ്വാലിഹൻ തർലാ. നമ്മൾ എന്നും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇട്ടത്, അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന, നിന്റെ തൃപ്തി കിട്ടുന്ന അമലുകൾ ചെയ്യാനുള്ള പ്രേരണ എനിക്ക് തരണമെന്നാണ്. നീ എന്നെ തൃപ്തിപ്പെടണേ എന്നാ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ മുശ്രിക്കുകളിൽ നിന്ന് കടുത്ത ഉപദ്രവങ്ങൾ ഉണ്ടായപ്പോ നബിനോട് അള്ളാഹു എന്താ പറയണമെന്നറിയാം, നീ രാവിലെ വൈകുന്നേരം ഉച്ചക്ക് നിസ്കാരത്തിന് ടൈം പറഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നിസ്കാരം കറക്റ്റ് കൃത്യമായി നീ ചെയ്താൽ നിന്നെ അള്ളാഹു തൃപ്തിപ്പെടും.
ഞാൻ അത് പറഞ്ഞത്, ഞാൻ ആ ഭാഗം അത്രേ പറഞ്ഞിട്ട് നിർത്തുന്നുള്ളൂ. ഒരൊറ്റ സംഗതി ഇത് മാത്രമാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടതറിയോ, എന്തിനാ നോമ്പെടുക്കുന്നത്? എന്തിനൊക്കെ ഇടങ്ങാറായി നമ്മൾ നമസ്കരിക്കുന്നത്? നമ്മുടെ പോക്കറ്റിലുള്ള പണം വേറെ ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്താ? ആരുടെയും പ്രശംസയല്ലല്ലോ, ആരുടെയും അംഗീകാരമല്ല. അല്ലാഹുവേ, നീ എന്നെ തൃപ്തിപ്പെടണം. ഒരടിമക്ക് അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്നതിന്, ആ തൃപ്തിയുടെ സ്ഥാനത്തേക്ക് എത്താൻ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 4 കാര്യങ്ങൾ എന്നറിയാം. നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും പറയേണ്ടത്, ഇൻ അഅ്തൈതനി ഖബിൽതു. തൃപ്തി കിട്ടണമെങ്കിൽ ഏറ്റവും പ്രധാനമാണ്, നീ എനിക്ക് എന്താണോ തന്നത് അത് ഞാൻ സ്വീകരിക്കും. വൈൻ മനഅ്തനി റദീതു. നീ എനിക്ക് എന്ത് തരാതിരുന്നാലും അതിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. ഇൻ തറക്തനി അബദ്തു. നീ എന്നെ എത്ര ഒഴിവാക്കിയാലും ഞാൻ നിനക്ക് കീഴ്പ്പെടും. ഇൻ ദഅവ്തനി അജബ്തു. നീ എന്നെ വിളിച്ചാൽ ഞാൻ ആ വിളിക്ക് ഉത്തരം തരും. എന്താണ് അള്ളാഹ് നമ്മളെ വിളിക്കുക എന്ന് പറയുന്നത്? ഫല്യസ്തജീബൂലി. നിസ്കാരത്തിന് വിളിയുണ്ട്, ഓരോ അമലിനും വിളിയില്ലേ? ആ വിളി എവിടെ നിന്ന് കേൾക്കുന്നുവോ അവിടെ ഞാൻ ഉണ്ടാവും. അതിന് ഈ 4 കാര്യങ്ങൾ ഉണ്ടാകാൻ 3 സംഗതികൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാനിത് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു തരികയാണ്, കുറച്ചു നേരം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഏറ്റവും പ്രധാനം എന്തറിയാം, നമ്മളിൽ അള്ളാന്റെ തൃപ്തി ഉണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഹിമ്മത്തുൻ ആലിയ. നല്ല കടുത്ത മനക്കരുത്ത് ഉണ്ടാകും, ഉന്നതമായ മനക്കരുത്ത്. ചിലരങ്ങൾ നോക്കിയിട്ടുണ്ടാവും, കുറച്ച് ദിവസം ഭയങ്കര ഉഷാറായിരിക്കും, പിന്നെ നമ്മളെനിപ്പോ ഈ പറയുന്നുണ്ടാവും, പിന്നെ ഇതിനേക്കാളും രസമുള്ളത് കണ്ടാൽ അതിന്റെ പിന്നാലെ പോയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ വട്ടം കഴിഞ്ഞ് പിന്നെ അവസാനം വട്ടം എത്തും. 1 മാസം പ്രവർത്തിച്ചു, പിന്നെ അവിടെ ആ വഴിക്ക് അവരെ കാണില്ല. എന്താ കാരണം? നമ്മുടെ ഹിമ്മത്ത് നഷ്ടപ്പെട്ടു എന്നാണ്. നമ്മുടെ ഹിമ്മത്ത്, നമ്മുടെ മനക്കരുത്ത് പക്കയാണോ? ഉന്നതമായ മനക്കരുത്തുണ്ടെങ്കിൽ റിയലയുടെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ആദ്യകാലത്തെ സഹാബത്തിന്റെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മളൊന്നും ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും അഭിമുഖീകരിച്ചിട്ടില്ല. ഉറച്ചു വിശ്വസിക്കുന്നതാണ്. നമ്മളെവിടെ പ്രതിസന്ധി അഭിമുഖീകരിച്ചു? ഇപ്പൊ നിങ്ങൾ പിന്നെ ഫലസ്തീനിലേക്ക് ഒന്ന്, ഗസയിലേക്ക് നോക്കി, വെസ്റ്റ് ബാങ്കിലേക്ക് നോക്കി, ഞാൻ അവിടേക്കൊന്നുമല്ല വേറെ പുറമെയുള്ള നാടുകളിലേക്ക് നോക്കി, ജീവിതത്തിൽ എവിടെ നമുക്ക് പ്രതിസന്ധി? അല്ലെ? അള്ളാഹു സകല മുസീബത്തുകളിൽ നിന്ന് നമ്മി നമ്മുടെ സഹോദരങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രതിസന്ധി കാണാനല്ല ആഗ്രഹിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ സഹാബത്തിന്റെ, ആദ്യകാലത്തെ സഹാബത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ സഹാബികളും എല്ലാവരും, ആരും ഒഴിവല്ല. ആദ്യകാലത്ത് നബിയിൽ വിശ്വസിച്ച ഏതാനും സഹാബത്തിന്റെ ചരിത്രം എടുക്കുക, എന്നിട്ട് ഒരു ആദ്യകാലത്തുള്ള ആളുകളൊക്കെ ചരിത്രം ഇങ്ങനെ വായിച്ചാണ്ടല്ലോ, നിങ്ങളോട് പറയാൻ നമ്മുടെ ഈമാൻ നിലനിൽക്കാൻ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു സഹാബിയുടെ ജീവിതം വായിച്ചാൽ മതി. 27 വയസ്സിൽ മുസ്ലിം ആയ ആളാണ് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം 27 കഴിഞ്ഞ് ഒരു 34-35 വയസ്സായപ്പോ തന്നെ ഷഹീദാവുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ആ നാട്ടിലൂടെ അയാൾ നടന്നാൽ നോക്കാത്ത മനുഷ്യനില്ല. അത്ര സുന്ദരനാണ്. നിങ്ങൾ ഈ അറബികളെ തന്നെ ശ്രദ്ധിച്ചു നോക്കണ്ട. അറബികളുടെ ചില ആളുകളൊക്കെ കണ്ടാണ്ടല്ലോ, ഭംഗി ഉണ്ടല്ലോ. ഒരാൾക്ക് ഭംഗിയുണ്ടെങ്കിൽ നമ്മൾ നോക്കി നിൽക്കും. അത്ര സുന്ദരനാ. അയാൾ ഉപയോഗിക്കുന്ന പെർഫ്യൂംസ് ആണെങ്കിലോ അതിമനോഹരമാണ്. ആ മനുഷ്യനെയാണ് കാല് മറച്ചാൽ തലമറയാത്ത, തലമറച്ചാൽ കാല് മറയാത്ത വിധം ഉഹദിലെ എന്ത് ചെയ്യുന്നറിയോ, ഷഹീദായി വീഴുന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മക്കത്ത് ഉമ്മാനെ സ്നേഹിക്കുന്ന ആള് എന്നാണ് അയാൾ അറിയപ്പെടുക. ഉമ്മാനെ സ്നേഹിക്കുന്ന ആള് എന്നാണ്. ഉമ്മ എന്ത് ചെയ്യുന്ന വെച്ചാല്, നമുക്കൊക്കെ ഓരോ വീക്ക്നെസ് ഉണ്ടാവും. നമ്മൾ ഈ പറയുന്ന പോലെ അല്ല. ചിലരുടെ ഉമ്മ വീക്ക്നെസ് അമ്മക്ക് ഉണ്ടാവും, വാപ്പായിരിക്കും, അല്ലെങ്കിൽ സ്വത്തായിരിക്കും, വീട്, അങ്ങനെ പലതും ഉണ്ടാവും.
ഉമ്മനെ അങ്ങനെ സ്നേഹിക്കുന്ന ആളാണ് തിരിച്ചും സ്നേഹം. ആ ഉമ്മ ഇയാള് മുസ്ലിമായപ്പോ ഒരു കറുത്ത പാറന്റെ മുകളിൽ കയറിയിരുന്നു. മോനെ, ഞാൻ തിരിച്ചു വരില്ലടാ, നീ നമ്മുടെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഉമ്മ ഈ പാറയിൽ ഇരുന്ന് വെള്ളം കുടിക്കാതെ വെയിലേറ്റ് കാറ്റേറ്റ് ഞാൻ അവിടുന്ന് മരിച്ചുപോഴും. നിന്നെ ഈ സമൂഹം പേരെഴുതടാ തള്ളയെ കൊന്നവൻ എന്ന് പറഞ്ഞു. അദ്ദേഹം ആകെ വിഷമിച്ച് അവസാനം ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ഉമ്മ, നിങ്ങൾക്കൊരു 100 ജീവണ്ട് ഉമ്മ വിചാരിക്കുകയും എന്നിട്ട് ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് അതിനോടങ്ങോട്ട് വിട പറഞ്ഞാലും ഉമ്മ, എനിക്ക് നിങ്ങളോട് സ്നേഹം കിട്ടാം, പക്ഷെ ഞാൻ ഇവിടുന്ന് മാറൂല കേട്ടോ എന്നാണ്. അത് പറയുന്ന കരുത്തേതാണ്. അതാണ് മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത്, അത് നിങ്ങൾ ചേർത്തി വായിക്കണേ. രണ്ടാമത്തത് നഫ്സുൻ സക്കിയ, മനസ്സിനെ ഒരിക്കലും കേടുവരാൻ അനുവദിക്കരുത്. കേടുവരാൻ സാധ്യതയുള്ളിടത്തേക്ക് മനസ്സിനെ കൊണ്ടുപോകരുത്. കാരണം കേടുവരാനും വികലമാവാനും സാധ്യതയുള്ള ഒരുപാട് രംഗങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മുടെ മനക്കരുത്തെ പോവും, അല്ലാതെ തൃപ്തിയെ പോവും. ഏത് വന്നാൽ? മനസ്സ് കേടുവന്നാൽ. അവിടെ കേടുവരാൻ സാധ്യത നമുക്ക് ഇക്കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള അവസ്ഥ അല്ലല്ലോ ഇപ്പോ. ശരിക്കും നമ്മൾ പഠിക്കണം. പണ്ടൊക്കെ നമ്മുടെ മക്കള് തിയേറ്ററിൽ പോയിട്ടാണ് സിനിമ കണ്ടിരുന്നത്. ഇന്ന് നിങ്ങൾ സിനിമ തിയേറ്ററിനെ കുറിച്ചൊന്ന് പരിശോധിച്ച് നോക്കി. തിയേറ്ററുണ്ട്. ആ തിയേറ്ററിൽ നടക്കുന്ന സിനിമകൾ വിജയിക്കണമെങ്കിൽ വളരെ വളരെ മോശപ്പെട്ട റീൽസുകൾ അതിൽ ഉണ്ടാകണം. ഇനി അതും മാറി നമ്മളൊന്നും അവിടെ പോയിട്ടൊന്നും വൃത്തിയോട് ചിലപ്പോ കണ്ടോളം ഉണ്ടാവില്ല. അപ്പൊ ശൈത്താൻ തന്നെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങാറാവണ്ട, ഇങ്ങോട്ട് വരാൻ ഞങ്ങൾക്ക് മടിയുണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോളാം. ഓരോ റൂമിലും എല്ലാ സംവിധാനങ്ങളുമാണ്. സ്വകാര്യതയും പരസ്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, മനസ്സിനെ കേടുവരാൻ അനുവദിക്കരുത്. കാരണം മനസ്സ് കാമിച്ചുകൊണ്ടിരിക്കും, അതിനുള്ള അവസരങ്ങൾ തേടിക്കൊണ്ടിരിക്കും. പെട്ടാപ്പോയി പിന്നെ തിരിച്ചിങ്ങോട്ട് കിട്ടാൻ നല്ല പണിയാണ്. അള്ളാന്റെ തൃപ്തിയും അതോടുകൂടി പോകും. മറ്റൊന്നേതാന്ന് ചോദിച്ചാൽ, പടച്ചവനിൽ നിന്ന് നമുക്ക് എന്താണോ വരുന്നതെങ്കിൽ അതിനെ എല്ലാം സ്വീകരിക്കാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടാകണം. ഇനി അത് വിശദീകരിക്കാം. ഇത്രയൊക്കെ ഗുണം ജീവിതത്തിൽ വന്നുള്ള പ്രത്യേകത എന്തറിയോ? നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. നമ്മളൊക്കെ എന്തിനാ ആഗ്രഹിക്കുന്നത്? മനസ്സിന് സുഖം കിട്ടാനാണ്. അത് നമുക്ക് കിട്ടണോ? അള്ളാന്റെ തൃപ്തി കിട്ടണം. അള്ളാന്റെ തൃപ്തി നമുക്ക് കിട്ടിയാൽ ഭയങ്കര സുഖമായിരുന്നു. ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നേരെ നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടോ? പ്രത്യക്ഷത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് സുഖ റസൂലിനുള്ളത്? വാപ്പ എന്ന് വിളിക്കാൻ ഒരാളെ റസൂല് കണ്ടിട്ടില്ല. ഈ ഉപ്പല്ലാത്ത ജീവിതം അത് ആ ആളുകളോട് നമ്മൾ ചോദിക്കണം. ഒരു വല്ലാത്തൊരു ഫീലാണത്. ഇപ്പൊ എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞ്, വാപ്പ ഉമ്മയും മരണപ്പെട്ടപ്പോ എന്നെ എത്ര ചീത്ത പറഞ്ഞാലും ചീത്ത പറയാനുള്ള ഒരു 2 ആൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം ഉപ്പല്ലാത്ത വീട്ടിലേക്ക്, ഉമ്മല്ലാത്ത വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്നത് അത്രയും ഭയങ്കര പ്രയാസമാണെന്നാണ്. അത് അപ്പഴാ അറിയുക അല്ലേ? ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ആ വാപ്പ എന്ന് വിളിക്കാൻ ഒരാൾ റസൂലിനുണ്ടായില്ലല്ലോ. കൂട്ടര് 6 വയസ്സായപ്പോഴത്തെ ഉമ്മ പോയി. പിന്നെ ഒരു താത്ത, ഇത്താന്ന് പറയില്ല നമ്മള്, ഒരു താഴോട്ടോ മേലോട്ടോ ഒരാളും ഇല്ലല്ലോ. ശരിക്കും ഓരോ മത്സരങ്ങൾ ശരിക്കും സങ്കല്പിച്ചു നോക്ക്. ജീവിതത്തിൽ എന്തെല്ലാം വേദനകളുണ്ടോ അതെല്ലാം അനുഭവിച്ചവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലല്ലേ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ? എന്താ കാരണം? അള്ളാന്റെ തൃപ്തി അവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അത് കിട്ടിയാലുള്ള സംഗതി എന്തറിയോ? നമ്മളെ അള്ള വിളിക്കും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന
ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, സംപ്രീതമായി പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ട് ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാന്നാണ്. ഇനി ഇത് രണ്ടും കിട്ടിയാൽ സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന മാനസിക രോഗങ്ങൾക്കൊക്കെ അത് മറുതിയായി. അസൂയ നമ്മുടെ മനസ്സിലുണ്ടാവില്ല, പിന്നെ കുനിഷ്ട് അങ്ങനെ എന്തൊക്കെയുണ്ട്, ഏഷണി, അന്യായമായത് സംഭവിക്കാം, ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാവരോടും നമുക്ക് സ്നേഹം ഉണ്ടാവും, കിടമത്സരം ഉണ്ടാവില്ല, നന്മ പ്രവർത്തിക്കാൻ തന്നാലാവുന്നത് ചെയ്യും. അതാ നീ അള്ളാഹുവിനെ തൃപ്തി കിട്ടാൻ ഒറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അള്ളാഹുവിനെ തൃപ്തി നീ നമുക്ക് വേണോ? വെറുതെ ഇരിക്കരുത്, വെറുതെ ഇരിക്കരുത്, അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം. അധ്വാനത്തിൽ നിന്ന് റിട്ടയർമെന്റ് എന്ന് പറഞ്ഞത് എത്ര അറിയാം? 55 റിട്ടയർമെന്റ്, 56, 60 എന്നുള്ളത് ഗവൺമെന്റ് റിട്ടയർമെന്റ് മാത്രമാണ്. നമുക്ക് ജീവിത കർമ്മങ്ങളിൽ നിന്ന് റിട്ടയർമെന്റ് ഇല്ല. അത് നമ്മുടെ ആഫിയത്തില്ലാണ്ടാവുമ്പോൾ മാത്രമാണ്. എന്നിട്ട് ഒരു മുസ്ലിം മരിക്കുമ്പോ നെറ്റി വിയർത്താണല്ലോ മരിക്കാന്നല്ലേ പറഞ്ഞേ? അതെന്താ അങ്ങനെ? അധ്വാനിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പോകാൻ പറയണതാണ്. അങ്ങനെ സൽക്കർമ്മ നിരതമാകണം നമ്മുടെ ജീവിതം. ടെൻഷൻ എന്ന് പറയും നമുക്ക് ഉണ്ടാവില്ല. വേറൊരാൾക്ക് നമ്മളൊരു നന്മ ചെയ്ത് നോക്ക്, നമുക്ക് 24 മണിക്കൂർ മതിയാവില്ല. $50 നമ്മൾ വായിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ജീവിതം. ആഫ്രിക്കയിലെ വൻ ധനികളുള്ള അതിസമ്പന്നന അദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, ഞാന് ഒരുപാട് മാനസികാസ്വാസ്യങ്ങളുള്ള ആളായിരുന്നു. അങ്ങനെ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് സമാധാനം കിട്ടാൻ പൈസ ഉണ്ടായി, പക്ഷെ എനിക്ക് സമാധാനം കിട്ടിയില്ല. അങ്ങനെ ഞാൻ നല്ല വീടുണ്ടാക്കിയ സമാധാനം കിട്ടും വിചാരിച്ചു, നല്ല മുന്തിയ തരം വാഹനങ്ങൾ, അങ്ങനെ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി, സമാധാനം കിട്ടിയില്ല. അവസാനം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള മക്കളുണ്ട്, വികലാംഗരായ മക്കള്. ആ മക്കൾ താമസിക്കുന്ന ഒരു വലിയ ആശ്രമത്തിൽ നിന്ന് എന്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ മക്കൾക്ക് നടക്കാനുള്ള ഒരു ചക്രവണ്ടി വീൽ ചെയർ തരുമോ എന്ന് ചോദിച്ചു. 200 എണ്ണം കിട്ടിയാൽ നന്നായി എന്ന് പറഞ്ഞു. 200 അന്തേവാസികളുണ്ട് ഇവിടെ. 200 ചക്രവണ്ടികൾ, വീൽ ചെയറുകൾ ഈ മക്കൾക്ക് കൊടുത്ത് ആ വീൽ ചെയർ ഇയാളെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വലിയ പൂന്തോപ്പാണ്. ആ പൂന്തോപ്പിൽ ഒരിക്കൽ ഇയാളിങ്ങനെ നിൽക്കുക, ഈ മക്കൾ ഇങ്ങനെ നടക്കുന്നത് കാണാൻ. അപ്പൊ ഒരു കുട്ടി വന്നിട്ട് അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയപ്പോ തിരിച്ച് ചോദിച്ചത്രേ, എന്താണ് നീ എന്നെങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു. അല്ല, നാളെ നിങ്ങൾ സ്വർഗലോകത്ത് ഞമ്മക്കൊക്കെ ഒരുമിച്ച് കൂടാൻ സാധിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് നടക്കാൻ കഴിയില്ലായിരുന്നല്ലോ. ഞങ്ങൾക്കിവിടെയൊക്കെ നടക്കാൻ വേണ്ടി ഈ ചക്രവണ്ടി തന്നത് നിങ്ങളല്ലേ. നിങ്ങൾ അവിടെ നിന്നും കണ്ടുകൊണ്ട് ഞങ്ങൾക്കൊന്ന് സന്തോഷിക്കാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി അവരെങ്ങനെ നോക്കിയപ്പോൾ ഇയാൾ കണ്ണിൽ നിന്ന് വെള്ളം വീണുകൊണ്ട്, ഞാൻ ഇത്രയൊക്കെ കോടികൾ ഉണ്ടാക്കിയിട്ട് ആ കോടികൾ കൊണ്ട് കിട്ടാത്തൊരു സന്തോഷമാണ് എനിക്ക് അന്നേരം കിട്ടിയത് എന്നാണ്. എന്നിട്ട് അയാൾ ചാരിറ്റിയിലാണ് പിന്നെ മുഴുവൻ ഉള്ളത്. ആ പ്രവർത്തനങ്ങൾ കൊണ്ട് അയാൾ പറയണതെന്ന് വെച്ചാല്, എനിക്കതിനോളം സന്തോഷമുള്ള മറ്റൊന്നും പിന്നെ കിട്ടിയിട്ടില്ല. സഹോദരങ്ങളെ, ഞാൻ അത് പറഞ്ഞെന്നറിയാം, അള്ളാന്റെ തൃപ്തി നമുക്ക് കിട്ടണോ? നമ്മൾ ഒരു ഹയവീയത്ത് വരണം, ഇങ്ങനെ സൽപ്രവർത്തനങ്ങൾ നിരതമാവണം. ആവശ്യമുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇരിക്കാൻ വീടില്ലാത്ത ആളുകൾ. എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ മൗലവി പഴയൊരു പാവ മനുഷ്യനാണ്, പാലക്കാട് ടൗണില് ഞാൻ ഒരു വീട് വെക്കാൻ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സന്തോഷത്തോടു കൂടി ചോദിച്ചു, എവിടെ വാങ്ങിച്ചത്, എത്ര സെന്റ് ഉണ്ട് ചോദിച്ചു. 1.5 സെന്റ് സ്ഥലം ഉണ്ടായിട്ട്. ആ 1.5 സെന്റ് സ്ഥലത്തിൽ ഇപ്പൊ നമ്മുടെയൊക്കെ വാപ്പാർക്ക് എത്ര ഏക്കർ സ്ഥലം ഉണ്ടാവും നോക്കിയേ. അവിടെയാണ് 1.5 സെന്റ് സ്ഥലത്തിൽ അയാൾ ഇങ്ങനെ സന്തോഷിക്കുക. എന്നിട്ടൊരു ഷീറ്റ് ഇട്ടിട്ടൊരു വീട് അതിലുണ്ടാക്കിയാൽ മതി. അതാണ് അയാളുടെ സന്തോഷം എന്ന് പറയുന്നത്, അല്ലെ? വേദനിക്കുന്ന ഒരാൾക്ക് ആ വേദന മാറ്റാനുള്ള ഒരു ഗുളിക വാങ്ങിച്ചു കൊടുത്താൽ, മാനസിക തിക്കുമുട്ടുള്ള ഒരാൾക്ക് ഒരു മാനസികമായ ഒരു ആശ്വാസത്തിനൊരു താങ്ങ് കൊടുത്താൽ, ഇതന്നല്ലേ അള്ളാഹു നമ്മളോട് പറയുന്നത്. എന്തിനാണോ നിന്റെ ജീവിതം ചെലവഴിച്ചെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി അയാളെ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി ആ വെളിച്ചത്തിലേക്ക് എത്തിച്ചു. എന്നിട്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്തു. നമ്മൾ അങ്ങനത്തെ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം. ഇപ്പൊ എന്റെ സഹപ്രവർത്തകരായ കുറച്ച് ആളുകൾ ഇവിടെ വന്നത്
പാലക്കാട് ഇതേപോലെ ഒരു പാർപ്പിടം പദ്ധതിയുമായിട്ടാണ്. ആ പാർപ്പിടം പദ്ധതി ഒരു ഇരിക്കച്ചാള ഉണ്ടാവുക, ഒരു വീടുണ്ടാവുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് നമ്മുടേതായ ഒരു താങ് എങ്ങനെ കൊടുക്കാൻ കഴിയും, അങ്ങനെ ചിന്തിക്കുന്ന നന്മയുടെ വഴിയിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിന്റെ ആ ബ്രോഷറൊക്കെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെ വിശദീകരണങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഇൻഷാ അല്ലാഹ് തരും. ഒരു മുഅ്മിൻ എന്ന നിലയിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളാൽ എന്തെല്ലാം നന്മ ചെയ്യാൻ കഴിയോ ആ നന്മയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ എന്താണെന്നറിയോ സജീവമായി പോകണം. അങ്ങനെ പോകുമ്പോ നമുക്ക് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കിട്ടും. അത് മതി നമുക്ക്. ഒറ്റ സംഭവം കൂടി പറഞ്ഞു തരാൻ നിർത്താം. എൻ്റെ ഒരു സഹോദരൻ ജിദ്ദയില് അയാളുടെ ഒരു വിധവയായ പെണ്ണിന്, അത് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു വിധവയായ ഒരു കുടുംബത്തിന് ഒരു ചെറിയ വീടുണ്ടാക്കി കൊടുത്ത് ആ വീട് പുറകേറി താമസിച്ച അന്ന് വൈകുന്നേരം ഇയാളും ഇയാളുടെ ഭാര്യയും പാടെ കൂടിയിട്ട് ഈ തന വിളിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ വിളിക്കുന്നത്. ഇയാൾ സലാം പറഞ്ഞ പാടെ ആ സ്ത്രീ ഇയാൾ എന്ത് പറഞ്ഞറിയോ, ഞാനും എന്റെ മക്കളും നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇതിനേക്കാൾ മനോഹരമായ ഒരു വീട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് കേട്ടപാട് ഇയാൾക്ക് പിന്നൊന്നും വർത്താനം പറയാൻ പറ്റിയില്ല. അയാളെ കണ്ണ് വെള്ളം നിറഞ്ഞു. എളുപ്പം സലാം പറഞ്ഞ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് ഭാര്യയോട് ചോദിച്ചൊരു പെണ്ണെ, നീ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? എങ്ങനെ നമ്മൾ നമ്മുടെ മക്കളൊക്കെ പ്രാർത്ഥിക്കും, സ്വർഗം വേണമെന്ന് പ്രാർത്ഥിക്കും. സ്വർഗത്തിൽ നമുക്കൊരു വീട് വേണം നമ്മൾ പ്രാർത്ഥിക്കുമോ? അതൊന്നും ചിലപ്പോൾ വന്നോളം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ പേരിൽ നമുക്ക് കിട്ടുന്ന മേന്മകളാണത്. ശ്രദ്ധിക്കണം, നല്ലപോലെ പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാനം അള്ളാന്റെ തൃപ്തിയാണ്, അത് നേടാൻ ശ്രമിക്കണം. പടച്ചവൻ നമ്മെ തുണക്കുമാറാവട്ടെ, അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന വഹബീബിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.